ഫുട്ബോൾ മൈതാനത്ത് ഒറ്റപ്പെടാത്തൊരാൾ. ലാ പുൾഗ അറ്റോമിക്ക. പുൽനാമ്പുകൾക്കിടയിലൂടെ ഇടം കാലിലെ അഡിഡാസ് ബൂട്ട്. ഒരേ വേഗതയിൽ ഒരേ ദിശയിൽ നീങ്ങുമ്പോൾ ഇതിനിടയിലൂടെ പല ബൂട്ടുകളും മിന്നിമറയാറുണ്ട്. ചിലത് ആ ബൂട്ടിനെ, ചിലത് ആ കാലുകളെ, ചിലതാകട്ടെ ആ പന്തിനെ ലക്ഷ്യമിടാറുണ്ട്. കണ്ണിമ ചിമ്മുന്ന നിമിഷത്തിൽ അവയെല്ലാം മറികടന്ന് ആ ഇടം കാലിലൂടെ ആ പന്ത് ഗോൾ വലയിലെത്തിക്കുന്ന ആ മെസ്സിയെ നിങ്ങൾ എന്നെങ്കിലും മൈതാനത്ത് ഒറ്റപ്പെട്ട് കണ്ടിട്ടുണ്ടോ? ആ മനുഷ്യനിലേക്ക് പന്ത് എത്തുന്ന നിമിഷം, ആ നിമിഷം മുതൽ ആ കാലുകൾ ശ്രദ്ധാകേന്ദ്രമാകുന്നുണ്ട്. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകൾക്കധികമായി തുടരുന്ന ഫുട്ബോൾ ലോകം ആസ്വദിക്കുന്ന കാഴ്ച. ആസ്വദിക്കുകയല്ലാതെ എന്തു ചെയ്യാൻ? 2019 വരെയുള്ള നാളുകൾ കാൽപന്തിന്റെ കയ്പുനീരും മധുരവും എല്ലാം രുചിച്ച വർഷങ്ങൾ. ബാർസലോണയുടെ ജേഴ്സിയിലെ കിരീടധാരണങ്ങൾ, മറുവശത്ത് വെള്ളയും നീലയും ശരീരത്തിലേക്ക് മാറുന്ന നിമിഷം. പരാജയങ്ങളുടെ ദുരിത പെയ്ത്തായിരുന്നു. ക്യാമ്പ് നൗവിൽ വളർന്ന് പന്തലിക്കുമ്പോഴും മറുവശത്ത് അങ്ങനെയൊന്നായിരുന്നില്ല കഥ. തൻ്റെ ഒപ്പമോടിയവൻ അന്താരാഷ്ട്ര കിരീടത്തിൽ ആദ്യം മുത്തമിട്ടപ്പോൾ കുരിശിലേറ്റപ്പെട്ട മെസ്സി. അങ്ങനെയൊരു ദിവസം വിധിക്കപ്പെട്ടില്ലെന്ന് കരുതി ആശയടക്കിയ ആരാധകർ. കോപ്പയും ലോകകപ്പുമൊക്കെ അടുക്കാൻ മടിച്ചപ്പോൾ അന്താരാഷ്ട്ര ഫുട്ബോൾ അവസാനിപ്പിക്കാൻ സ്വയം തീരുമാനിച്ചവൻ. അകന്നു നിൽക്കാനാകാത്ത കിരീടങ്ങൾ അടുക്കുന്നതിന് വൈകാതെ ലോകം സാക്ഷിയായി. ആദ്യം കോപ്പയിൽ മുത്തമിടുന്നു. 36 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അർജന്റീനൻ ജനതയുടെ കാത്തിരിപ്പിന് അറുതി വരുത്താൻ, ബ്യൂണസ് അയേഴ്സിലെ തെരുവുകൾ നിലനിർത്താൻ ജ്വലിപ്പിക്കാൻ തന്നെ മെസ്സി വേണ്ടി വന്നു. ലാ പുൾഗ അറ്റോമിക്ക. ഈ വാക്കിനർത്ഥം ചെറുതെങ്കിലും അസാമാന്യ ശേഷിയുള്ളത് എന്നാണ്. സ്പാനിഷ് മാധ്യമങ്ങളാണ് അറ്റോമിക്ക എന്ന വാക്ക് ലാ പുൾഗയോട് ചേർത്തത്. മെസ്സിയുടെ ശരീരപ്രകൃതി തന്നെയായിരുന്നു ഇത്തരമൊരു പേര് ചെറുപ്പത്തിലെ വീഴാനുള്ള കാരണവും. ആ വാക്കിനർത്ഥം 38ാം വയസ്സിലും ലോകം ഇന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫിഫ ക്ലബ്ബ് ലോകകപ്പിൽ പോർട്ടോയ്ക്കെതിരായ ഗോളിലുണ്ട് ഇങ്ങനെയുള്ളതെല്ലാം. അത് നിലയ്ക്കാതെ തുടരുമെന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നുമുണ്ട്. 2026 അമേരിക്ക ആതിഥേയം വഹിക്കുന്ന വിശ്വ കിരീട പോരിനൊടുവിൽ മെസ്സി ബൂട്ടഴിക്കുമോ എന്നതും ആരാധകർക്ക് ആശങ്കയുണ്ട്. ക്യാമ്പ് നൗവിൽ പടിയിറക്കത്തിന് കൊതിക്കുന്നവരുമുണ്ട്. കാർലോസ് റൊഷാക്കിന്റെ ആ എഴുത്തില്ലായിരുന്നുവെങ്കിൽ മെസ്സിയെ ലോകമിന്ന് അറിയുമായിരുന്നു. ബാഴ്സലോണ ഇല്ലായിരുന്നെങ്കിൽ മെസ്സിയെ ഇന്ന് ലോകം വാഴ്ത്തുമായിരുന്നു. ഇടം കാലിനോട് ഏതു നിമിഷവും ആ പന്തിന് വിട പറയേണ്ടി വന്നേക്കാം. ഒരു പക്ഷേ അത് മഴവില്ലുപോലെ ആ വലക്കോട്ടിലേക്ക് പെയ്തിറങ്ങിയേക്കാം. അല്ലെങ്കിൽ മറ്റൊരു പാദത്തിലേക്കാകാം യാത്ര. അതും വളരെ അനായാസമായേക്കും. അതിൽ വല്ലാത്തൊരു കണിശതയുണ്ടാകാം. ആ പന്തിൻ്റെ യാത്രയ്ക്ക് പൂർണ്ണതയുണ്ടാകാൻ തന്നാൽ കഴിയുന്നതെല്ലാം ആ ഇടംകാൽ ചെയ്തിട്ടുണ്ടാകും, പാളിച്ചകളില്ലാതെ. മൈതാനത്ത് ഒരിക്കലും ഒറ്റപ്പെടാത്തൊരാൾ, ലയണൽ മെസ്സി.